ശാന്തസുന്ദരമായ ചാവശ്ശേരി ഗ്രാമത്തിൽ തലയുയർത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രിൻസിപ്പൽ ശ്രീ സുനിൽ കരിയാടന്റെയും ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഡി ഓമനയുടെയും നേതൃത്വത്തിൽ 100ഓളം അധ്യാപകരും അനധ്യാപകരും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 2000ഓളം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്നു. PTA പ്രസിഡന്റ് ശ്രീ രാജീവന്റെയും മദർ PTA പ്രസിഡന്റ് ശ്രീമതി സുരേഖയുടെയും നേതൃത്വത്തിൽ സ്കൂളിന്റെ സർവതോമുഖമായ വളർച്ചയിൽ PTA ശക്തമായ പങ്കുവഹിക്കുന്നു. ഇരിട്ടി മുനിസിപ്പൽ തല പ്രവേശനോത്സവം ജൂൺ 3 നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീലത മാഡം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുതുതായി എത്തിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനം ജൂൺ 5 ജൈവ കർഷകൻ ഷിജിത്ത് തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി വിത്തുകൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ പ്രദർശനം നടന്നു. ജൈവ കൃഷിയെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. സ്കൂൾ അങ്കണത്തിൽ PTA പ്രസിഡന്റ് ശ്രീ രാജീവന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടു. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വിദ്യാർത്ഥികളും പ്രതിജ്ഞയെടുത്തു. സ്കൂൾ കൗൺസിലർ ശ്രീമതി റോസ്മേരിയുടെ നേതൃത്വത്തിൽ ബാലവേലയ്ക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ജൂൺ 19 മുതൽ ജൂലൈ 18 വരെ വായന മാസാചരണം വിവിധ പരിപാടികളോടെ കൊണ്ടാടി. ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഓമന ടീച്ചറുടെ അധ്യക്ഷതയിൽ ശ്രീ മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ വായനശീലം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക വായനശാലകളെ കൂട്ടിയിണക്കി വായന വസന്തം പരിപാടിക്ക് തുടക്കം കുറിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ വായനക്കുറിപ്പടങ്ങിയ പതിപ്പുകളുടെ പ്രദർശനം നടന്നു. രചനാ മത്സരങ്ങളും ക്വിസ് മത്സരങ്ങളും പുസ്തക ചർച്ചകളും സംഘടിപ്പിച്ചു. അറബിക്, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ക്ലബ്ബുകളും പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂൺ 21 യോഗ ഡേയിൽ SPCയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. യോഗ ഡെമോൺസ്ട്രേഷൻ, യോഗ പരിശീലനം എന്നിവ നടന്നു. ജൂൺ 21 ഇരിട്ടി മുനിസിപ്പൽ തല വിജയോത്സവം നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീലത മാഡം ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ +2 SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ തല വിജയോത്സവം ജൂൺ 28 നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീലത മാഡം പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ 49 ഫുൾ A+ഓടെ 100% വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. +2 പരീക്ഷയിലും 96% വിജയം നമ്മൾ കരസ്ഥമാക്കി. സയൻസ് വിഭാഗം 27 ഫുൾ A+ഓടെ 98.5% വിജയം കരസ്ഥമാക്കിയപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ 92% വിജയവും 12 ഫുൾ A+ഉം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. ഹ്യൂമാനിറ്റീസ് വിഭാഗം 92% വിജയം നേടിയപ്പോൾ കോമേഴ്സ് വിഭാഗം 96.9% വിജയം നേടി. ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് വിഭാഗത്തിൽ 9 പേർ ഫുൾ A+ കരസ്ഥമാക്കി. ഭിന്നശേഷി വാരാചരണം BRC തല ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി K ശ്രീലത ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ സഹതാപമല്ല സമഭാവമാണ് വേണ്ടത് എന്ന സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകി. ജൂലൈ 21 ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ അക്ഷയ് KP 1ാം സ്ഥാനവും തേജസ്വിനി ബാബു 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ജൂലൈ 5 ബഷീർ അനുസ്മരണം ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഓമന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്വിസ് മത്സരം, പുസ്തക പ്രദർശനം, ബഷീർ കഥാപാത്രങ്ങൾ വരകളിലൂടെ എന്നീ പരിപാടികൾ നടത്തി. ചിത്രരചനയിൽ UP തലം വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു. യുവജന ദിനം, ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ, സ്വാതന്ത്ര്യദിനം എന്നിവയും മികവാർന്ന പരിപാടികളോടെ നടത്താൻ നമുക്ക് സാധിച്ചു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സമാധാന അന്തരീക്ഷത്തിൽ നടന്നു. ആശംസ് ഷാജി ചെയർമാനായും അസ്മ റാജിയ വൈസ് ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു. സെപ്റ്റംബർ 13 വിവിധ കലാകായിക പരിപാടികളോടെ ഓണാഘോഷം നടന്നു. ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കി. ഓഫീസ് സ്റ്റാഫ് ശ്രീ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നെൽകൃഷി വിളവെടുപ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീലത മാഡം നിർവഹിച്ചു. നവംബർ 14 ശിശുദിനത്തോടനുബന്ധിച്ച് KG LP സെക്ഷൻ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റും നടന്നു. അക്കാദമികം മാസത്തിൽ 2 തവണ സബ്ജക്ട് കൗൺസിൽ ചേർന്ന് പാഠാനുബന്ധ പാഠ്യേതര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ SRG ചേർന്ന് അക്കാദമിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ജൂൺ മാസത്തിൽ തന്നെ എല്ലാ ക്ലാസുകളിലെയും PTA മീറ്റിംഗ് നടക്കുകയും ക്ലാസ് തല പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഓരോ ടേമിലും ക്ലാസ് PTA ചേർന്ന് കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നു.
പഠന പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി UP തലത്തിൽ കരുതൽ, ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രദ്ധ എന്നിവ നടപ്പിലാക്കി വരുന്നു. SSLC വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ കോച്ചിംഗ് നടത്തിവരുന്നു. 5 മുതൽ 9 തരം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കേണ്ട പഠന പിന്തുണാ പരിപാടിയുടെ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. 4 കുട്ടികൾക്ക് LSSഉം 3 കുട്ടികൾക്ക് USSഉം ലഭിച്ചു. ഫാത്തിമ നിയ, സഞ്ജയ് കൃഷ്ണ എന്നിവർ NMMS സ്കോളർഷിപ്പിന് അർഹരായി. സോഷ്യൽ സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനിൽ തേജസ്വിനി ബാബു ഇരിട്ടി ഉപജില്ലയിൽ 3ാം സ്ഥാനം നേടി. അച്ചടക്കം. അർജുൻ സാർ, ഫൈറോസ് സാർ, സാബു സാർ എന്നിവരുടെ നേതൃത്വത്തിൽ അച്ചടക്ക കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഓമന ടീച്ചർ, ശ്രീ സുരേഷ് സാർ, ശ്രീ നസീർ സാർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസ് തലത്തിൽ ജൂൺ മാസത്തിൽ തന്നെ അച്ചടക്ക നിർദ്ദേശങ്ങൾ നൽകി. ഓരോ സന്ദർഭത്തിലും കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ കമ്മിറ്റി ജാഗ്രത പുലർത്തി. 8, 9, 10 ക്ലാസുകളിലെ കുട്ടികൾക്ക് അർജുൻ സാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം ക്ലാസുകൾ നൽകി. SPC, JRC എന്നിവയും അച്ചടക്കത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. മൊബൈൽ ഫോൺ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ഡിജിൻ രാജ് PK കുട്ടികൾക്ക് ക്ലാസ് നൽകി. SSLC കുട്ടികളുടെ പരീക്ഷാകാല ആശങ്കകൾ അകറ്റാനായി കൗൺസിലർ ശ്രീമതി അമ്പിളി, ഷെറിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നൽകി. രക്ഷിതാക്കൾക്കും പ്രത്യേകം ക്ലാസുകൾ ഉണ്ടായിരുന്നു. സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ മാനസിക ആരോഗ്യം, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നീ വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്കും ക്ലാസുകൾ നൽകാൻ സാധിച്ചു. കരിയർ ഗൈഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ തൊഴിൽ മേഖലകളെ പരിചയപ്പെടുത്തുന്ന ക്ലാസുകൾ, ഉന്നത പഠന സാധ്യതകൾ, പരീക്ഷാഭയം അകറ്റുന്ന പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. ശാസ്ത്രോത്സവം. ഇരിട്ടി സബ് ജില്ലാതല ശാസ്ത്രോത്സവത്തിന് നമ്മുടെ വിദ്യാലയം ഇക്കുറി വേദിയായി. സംഘാടക സമിതി യോഗം പേരാവൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആ യോഗത്തിൽ ചാവശ്ശേരി വിദ്യാലയത്തിലെ കലാധ്യാപകൻ ശ്രീ ശ്രീനിവാസൻ മാസ്റ്റർ രൂപകൽപ്പന ചെയ്ത ലോഗോ പ്രകാശനം ചെയ്തു. മികച്ച സംഘാടനത്തിലൂടെ യാതൊരു പരാതികൾക്കും ഇട നൽകാതെ ഒക്ടോബർ 17, 18, 19 തീയതികളിലായി ശാസ്ത്രോത്സവം നടന്നു. ഇതിനോടനുബന്ധിച്ച് ജാലകം സപ്ലിമെന്റ് പുറത്തിറക്കി. ശാസ്ത്ര നാടകത്തിൽ മികച്ച വിജയം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. 10ാം തരത്തിലെ ആർജവ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗണിതശാസ്ത്ര മേളയിൽ 1ാം സ്ഥാനവും സോഷ്യൽ സയൻസ് മേളയിൽ 2ാം സ്ഥാനവും ചാവശ്ശേരി വിദ്യാലയം കരസ്ഥമാക്കി. സയൻസ് മാഗസിൻ ദി ഒബ്സർവർ ജില്ലാതലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. HS വിഭാഗം അറബിക് മാഗസിൻ അദ്ദുമുവ സബ് ജില്ലയിൽ 1ാം സ്ഥാനം നേടിയപ്പോൾ UP വിഭാഗത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചു. സ്കൂൾ കലോത്സവം ഒക്ടോബർ 8, 9 തീയതികളിലായി നടന്നു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോയിലൂടെ മികച്ച ഗായകനായി മാറിയ മാസ്റ്റർ തേജസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ശ്രീ ശശി അധ്യക്ഷനായി. ഇരിട്ടി സബ് ജില്ലാതല കലോത്സവത്തിൽ LP വിഭാഗം റണ്ണറപ്പ്, UP വിഭാഗം അറബിക് കലോത്സവത്തിൽ ഓവറോൾ, ഹൈസ്കൂൾ വിഭാഗത്തിൽ റണ്ണറപ്പ് എന്നിവ കരസ്ഥമാക്കി. ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും നിരവധി സമ്മാനങ്ങൾ നേടി. കായിക രംഗത്തും മികച്ച നേട്ടം കൊയ്യാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. ആദിനാഥ്, ദർശന എന്നിവർ വുഷുവിലും, മുഹമ്മദ് റൈഹാൻ, ധ്യാൻ ഹർഷൻ, അഹാൻ റീറ്റ് എന്നിവർ റൈഫിൾ ഷൂട്ടിംഗിലും, ദ്രോണജിത്ത്, ആദികൃഷ്ണ, ശിഖ രജീഷ് എന്നിവർ റെസ്ലിംഗിലും ജില്ലയിൽ മികച്ച നേട്ടം കൈവരിച്ചു. ജില്ലാ സിവിൽ സർവീസ് കായികമേള ചെസ്സിൽ ശ്രീ ബിജു മാസ്റ്റർ 1ാം സ്ഥാനം നേടി. നാഷണൽ ലെവൽ ഫുട്ബോൾ ടെന്നീസ് മത്സരത്തിൽ റണ്ണറപ്പായ ടീമിൽ അംഗങ്ങളായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം ആദിൽ നിഹാലും വിഷ്ണു വിനീതും. തൈക്കോണ്ടോ മത്സരത്തിൽ ജില്ലാതലത്തിൽ ശിവാങ്കന വെള്ളി മെഡൽ നേടി. മുഹമ്മദ് റാസി റവന്യൂ ജില്ലാ ഫുട്ബോൾ ടീമിൽ അംഗമായി. മുഹമ്മദ് നിയാസ് ഖോഖോ ടീമിലും അംഗമായി. നവംബർ 5-ന് വിജയാരവം വിജയഘോഷയാത്രയും സബ് ജില്ലാതല കലാകായിക ശാസ്ത്ര പ്രതിഭകൾക്കുള്ള ആദരവും അനുമോദനവും നടന്നു. ഘോഷയാത്രയായി വിജയികളെ ആനയിച്ചു. ശ്രീമതി ഇന്ദിര ടീച്ചറുടെ നേതൃത്വത്തിൽ JRC, ശ്രീ ഫൈറോസ് സർ, ശ്രീമതി ശ്രീന ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ SPC, ശ്രീമതി സുധ ടീച്ചർ, ശ്രീമതി ദീപിക ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ അച്ചടക്കം, ട്രാഫിക്, ശുചിത്വം എന്നീ കാര്യങ്ങളിൽ ഇവർ നേതൃത്വം വഹിക്കുന്നു. SPCയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് സൗഹൃദ വാഹന പരിശോധനയിലൂടെ ട്രാഫിക് ബോധവൽക്കരണം നടത്തി. വിമുക്തി ക്ലബ്, SPC, JRC എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. എക്സൈസ് ഓഫീസർ ശ്രീ സജേഷ്, ശ്രീ വത്സൻ PV എന്നിവർ ക്ലബ് അംഗങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. SPC കാഡറ്റുകളുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ എല്ലാ ക്ലാസുകളിലെ കുട്ടികൾക്കും ബോധവൽക്കരണ ക്ലാസ് നൽകി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ക്ലാസുകളിൽ എടുത്തു.
കണ്ണൂർ എയർപോർട്ട് വാർഷികത്തോടനുബന്ധിച്ച് കൾച്ചറൽ പ്രോഗ്രാമിൽ SPC കാഡറ്റുകൾ പങ്കെടുത്ത് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ഫയർ സർവീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഫയർ മോക്ക് ഡ്രിൽ നടത്തി. JRC കുട്ടികൾക്ക് ഓഫീസ് സ്റ്റാഫ് മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ട്രോമ ക്ലാസ് സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് HSSൽ വെച്ച് നടന്ന ക്യാമ്പിൽ JRC അംഗങ്ങൾ പങ്കെടുത്തു. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്ക് ഈ വർഷം മുതൽ യൂണിഫോം ഏർപ്പെടുത്തി. 8ാം തരം വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ക്യാമ്പ്, 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തല ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു. അമ്മന്യു പ്രശോഭ് സംസ്ഥാന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശ്രീമതി ദിവ്യ ടീച്ചറുടെ നേതൃത്വത്തിൽ NSS യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. NSS യൂണിറ്റും മലബാർ ക്യാൻസർ സെന്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പായൽ, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ഉപയോഗിച്ച് കൊക്കഡാമ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാർഷിക ആഭിമുഖ്യം വളർത്താൻ സ്കൂൾ പരിസരത്ത് കൃഷി നടത്തിവരുന്നു. സ്ക്രാപ്പ് ചാലഞ്ചിലൂടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. നമ്മുടെ ദത്ത് ഗ്രാമമായ ചാവശ്ശേരി പറമ്പിലെ ടൗൺഷിപ്പ് കോളനിയിലെ തുടർ വിദ്യാഭ്യാസത്തിന് പുസ്തക കിറ്റ് കൈമാറി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നു. സമർദർശൻ മെന്റൽ ഹെൽത്ത്, സൈബർ അവയർനെസ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ പെൺകുട്ടികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി നടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങൾക്കെതിരെ കുട്ടികൾ നാടൻ പാട്ടിലൂടെ പ്രതിഷേധിച്ചു. ശൈശവ വിവാഹത്തിനെതിരെ കുട്ടികൾ സ്കിറ്റ് അവതരിപ്പിച്ചു. പ്രകൃതിയെ അറിയാൻ നാച്ചുർ ക്യാമ്പ് നടന്നു. 43 വിദ്യാർത്ഥികളും അധ്യാപകരും ആറളം വന്യജീവി സങ്കേതം സന്ദർശിച്ചു. പ്രകൃതിയെ അടുത്തറിയാൻ സഹായിക്കുന്ന വിവിധ ക്ലാസുകൾ കുട്ടികൾക്ക് ലഭിച്ചു. പഠനയാത്രകളും നടത്തി. കൗമാര ക്ലബും സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെന്ററും സംയുക്തമായി കുട്ടികളിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനായി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. പെൺകുട്ടികൾക്കായി അനീമിയ, ആർത്തവ ശുചിത്വ ബോധവൽക്കരണ ക്ലാസുകൾ സുജ ടിജിയുടെ നേതൃത്വത്തിൽ നടന്നു. മാലിന്യമുക്ത വിദ്യാലയം എന്നതായിരുന്നു ഈ വർഷത്തെ മികവ് പ്രവർത്തനം. ഇതിന്റെ ഭാഗമായി SPC, JRC, ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ ക്ലാസുകൾ തോറും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ PTA, വിവിധ ക്ലബ്ബുകൾ, സ്കൂൾ അധികൃതർ എന്നിവർ സംയുക്തമായി സ്കൂളും പരിസരവും ശുചീകരിച്ചു. 2024 നവംബർ 1 നമ്മുടെ സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ ശുചിത്വ പാർലമെന്റ് സംഘടിപ്പിച്ചു. നവംബർ 14 ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ വെച്ച് സംഘടിപ്പിച്ച ഹരിതസഭയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 18 വിദ്യാർത്ഥികൾ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കൂടാതെ SPCയുടെ നേതൃത്വത്തിൽ എല്ലാ ക്ലാസുകളിലും പെൻ ബൂത്തുകളും സ്ഥാപിച്ചു. PTA യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികവിന്റെ പാതയിലേക്കുള്ള ചാവശ്ശേരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല.